ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കെമിസ്ട്രി എക്സാമിന് വരുന്ന അല്ലെങ്കിൽ കെമിസ്ട്രി സബ്ജക്റ്റിൽ വരുന്ന ഒരു വെയിറ്റേജിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ എങ്ങനെ ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, എങ്ങനെയൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും മാത്സിലും അതുപോലെ നമ്മൾ വെയിറ്റേജും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 2017 തൊട്ട് 2025 വരെയുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ടോപ്പിക്കുകളും അതിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസും ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. കേരളത്തിലുള്ള എല്ലാ ഐസർ ആസ്പിറൻസും അടങ്ങുന്ന ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ് അത്. അവിടെ ഞാൻ ഈ ഡാറ്റ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് യുവർ സെൽഫ് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്ത് സ്ട്രാറ്റജികൾ ഡിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കൺസിസ്റ്റന്റ് ആയി വരുന്ന ഏറ്റവും സ്റ്റാർ ടോപ്പിക് ഏതാ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. 18 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നും മാത്രം വന്നിട്ടുള്ളത്. നോക്കടാ, ഓരോ വർഷവും 4 ക്വസ്റ്റ്യൻസ് വരെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെയുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിലീറ്റഡ് ടോപ്പിക് ആണ്. ഡിലീറ്റഡ് ടോപ്പിക് പണ്ട് ഉണ്ടായിരുന്ന, ഇപ്പൊ റാഷണലൈസ്ഡ് NCERT ഇല്ലാത്ത ഒരുപാട് ടോപ്പിക്കുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡിലീറ്റഡ് ടോപ്പിക്കിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ആ 2024-ലും 2025-ലും ഒരു ചോദ്യം പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഇൻസൈറ്റ് എന്ന് പറയുന്നത് NCERTക്ക് പുറമെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റാഷണലൈസ്ഡ് NCERTക്ക് പുറമെ ഒന്നും നമ്മൾ പഠിക്കേണ്ടതില്ല എന്നുള്ള ഇൻസൈറ്റ് നമുക്ക് ഈ ഒരു വെയിറ്റേജ് അനാലിസിസിൽ മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അനാലിസിസ് നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് എല്ലാ ഇയറും 15 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കെമിസ്ട്രി ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മള് ഈ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 9 വർഷങ്ങളിൽ നടന്നു വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. സോ നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഹൈ ഈൽഡ് ചാപ്റ്റേഴ്സ് ഏതാ എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ, ഈ അനാലിസിസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നില്ല, നമ്മളൊരു പാറ്റേൺ റെക്കഗ്നിഷൻ ആണ് നടത്തുന്നത്. ഏത് പാറ്റേണിലാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റാഷണലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഒരു റിയാലിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം റാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ റാഷണലൈസ് ചെയ്ത ടോപ്പിക്, അതായത് 2017-ലൊക്കെ ആക്റ്റീവ് ആയിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു അത്. 2017 തൊട്ട് 2023 വരെ 5 ചോദ്യങ്ങൾ വരെ ഒരു വർഷം വന്നിരുന്ന ഭാഗമായിരുന്നു ഈ ഡിലീറ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം പണ്ട് 2023 വരെ ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2024-ലും 2025-ലും സ്ട്രിക്ട്ലി നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി റാഷണലൈസ്ഡ് NCERT ആണ് എന്നുള്ള ഇൻസൈറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളെ 3 ആയിട്ട് തരംതിരിക്കാം. Tier 1 എന്ന് പറയുന്ന അത്രമേൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, Tier 2 എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചോദ്യം വരുന്ന ഭാഗം, ആൻഡ് Tier 3 എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്. ഈ ഒരു 3 രീതിയിൽ ഞാൻ ഇവരെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പൊ Tier 1 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലെ. ആകെ കെമിസ്ട്രിയിൽ 19 ചാപ്റ്റേഴ്സേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. പക്ഷെ നിങ്ങൾ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടെ മനസ്സിൽ വെക്കണം, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അത് ഏതാ ചാപ്റ്റർ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ആകെ 18 ക്വസ്റ്റ്യൻസ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് ചോദിച്ചത്. ഒരു വർഷം 2017 നിങ്ങൾ കണ്ടു 4 ക്വസ്റ്റ്യൻസ് വരെ ഒരു ഇയർ ചോദിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നിന്നും ആകെ 15 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 ക്വസ്റ്റ്യനും സെയിം ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ.
മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. ആകെ 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് ഓർഗാനിക് കെമിസ്ട്രിന്ന്, സ്ട്രിക്ട്ലി ഓർഗാനിക് കെമിസ്ട്രിന്ന് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് കമ്പൈൻഡ് ആയിട്ടാണ് വരിക. എങ്കിലും നമ്മൾ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓർഗാനിക്കിൽ നിന്നും കാണാറുള്ളത്. ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രിയും ഇമ്പോർട്ടന്റ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ 4 ചാപ്റ്റേഴ്സ് യു ഷുഡ് നെവർ മിസ്. ഇത് പഠിക്കാതെ നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോകാൻ പാടില്ല. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ മാറ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് എല്ലാ വർഷവും അത് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ എന്ത് ഫോക്കസ് ചെയ്യണം? അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. ആൻഡ് CFT, ഐസോമറിസം, നോമെൻക്ലേച്ചർ, ഇതുമായിട്ടുള്ള റീജിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ 50% എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു എക്സാം ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അതിൽ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതായത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, ആലോ ആൽക്കെയിൻസ്, ആ കമ്പൈൻഡ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രീനെ ആ ടോട്ടാലിറ്റിയിൽ വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ 50% നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെയിം റിയാക്ഷൻസ്, കോൺസെപ്ച്വൽ കൺവേർഷൻസ്, ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പാക്കേജ് ആയിട്ട് പഠിക്കുക, റാദർ ദാൻ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാതെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അടിപൊളി ഓർഗാനിക് ക്വസ്റ്റ്യൻസും നീറ്റിനും ജെയ്ക്കൊന്നും ഒരിക്കലും നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള സൂപ്പർ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി Tier 2 റിലയബിൾ ആയിട്ടുള്ള സ്കോറിംഗ് ചാപ്റ്റേഴ്സ്, സ്കോറിംഗ് യൂണിറ്റ് ഏതാണ് നമുക്ക് നോക്കാം. ഹാലോ ആൽക്കീൻസ്, ഹാലോരിൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, കെമിക്കൽ കൈനറ്റിക്സ്, അമീൻസ്. യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. ആൻഡ് Tier 3 അഥവാ ട്രാപ്പ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ്, ബയോമോളിക്യൂൾസ്, D&F ബ്ലോക്ക്, പീരിയഡിസിറ്റി, സം ബേസിക് കോൺസെപ്റ്റിൽ നിന്നും ഇതുവരെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് സം ബേസിക് കോൺസെപ്റ്റ് പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നും ഇല്ല, പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് താനും. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സിനെ നമുക്ക് ലോ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഈൽഡിങ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ബയോളജിയും മാത്സിനോടുള്ള ഒരു അപ്രോച്ച് അല്ല നമുക്ക് കെമിസ്ട്രിക്ക് വേണ്ടത്. കെമിസ്ട്രിക്ക് ആകെ 19 ചാപ്റ്ററേ നമുക്കുള്ളൂ. അപ്പൊ അതിൽ തന്നെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ എന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ കെമിസ്ട്രി. ആ ഒരു രീതിയിലാണ് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ മാത്സും ബയോളജിയും ചെയ്തതുപോലെ സ്ട്രാറ്റജിക്കലി നമുക്കൊരു സാധനം കംപ്ലീറ്റ്ലി ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബയോമോളിക്യൂൾസ്, D&F, പീരിയഡിസിറ്റി ഒക്കെ വേണമെങ്കിൽ ഒരു പ്രയോറിറ്റി ഓർഡറിൽ താഴെ വരുന്ന ചാപ്റ്റർ ആണ് എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്മാർട്ട് സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് കെമിസ്ട്രി ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ളത് നോക്കാം. ഇനോർഗാനിക്കില് എന്താണെങ്കിലും കോർഡിനേഷൻ കെമിസ്ട്രി മസ്റ്റ് ആണ്. ആൻഡ് ബോണ്ടിങ്ങിനെ കുറിച്ച് നല്ല ധാരണ വേണം. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. 18+14 ക്വസ്റ്റ്യൻസ് വന്ന ഈ ഒരു ഭാഗം ഇനോർഗാനിക് കെമിസ്ട്രി എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് ഓർഗാനിക് ആണ്. ഓർഗാനിക്കില് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ വേണം. പിന്നെ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നത് ഈ പറയുന്ന ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. പക്ഷേ ഞാൻ
റെക്കമെൻഡ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങളൊരു ടോട്ടാലിറ്റിയിൽ വേണം മനസ്സിലാക്കാൻ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മളുടെ തന്നെ അതിലുള്ള മോക്ക് ടെസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഡിറൈവ് ചെയ്ത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്തു നോക്കുക. ആ മോക്ക് ടെസ്റ്റിലേക്കുള്ള ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. www.crisperlearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അതിൽ ചെയ്യാവുന്നതാണ്. സോ അതും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കുക. ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രിയും ഇക്വിലിബ്രിയത്തിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ഒരു ഫൈനൽ മെസ്സേജ്, ഈ ഒരു കാര്യത്തിലുള്ള ഒരു ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ജെഇഇ ആൻഡ് നീറ്റ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യന്റെ പാറ്റേൺ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നീറ്റിന് വേണ്ടിയിട്ടും ജെഇക്ക് വേണ്ടിയിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് യു ഫീൽ ദ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. ആൻഡ് നമുക്കൊരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ അതിന് ഒരു റോട്ട് ലേണിംഗ് വഴി അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്താൽ കിട്ടുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നമുക്കൊരു സയന്റിസ്റ്റിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ഒരു സയന്റിസ്റ്റ് ചിന്തിക്കുന്നത് പോലെ കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിങ് അതൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഓർഗാനിക്കിലേക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഒരു ജെഇഇ ടൈപ്പ് ലേണിങ്ങോ അല്ലെങ്കിൽ ഒരു നീറ്റ് ടൈപ്പ് കെമിസ്ട്രിയോ അല്ല. അതിന്റെ പുറമെ നമ്മൾ NCERT പഠിക്കുന്ന റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് പോലെ അതുപോലെയുള്ള മോക്ക് പരീക്ഷകൾ നിങ്ങൾ ഒരുപാട് എഴുതണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഇതുപോലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഒരുപാട് ചെയ്തു നോക്കുക. പല മോക്ക് ടെസ്റ്റുകളും ഫ്രീ ആണ്. ഇതുവരെ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ശരിക്കുമുള്ള പരീക്ഷ എഴുതുന്നത് പോലെ നമ്മളുടെ വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും നമുക്കൊരു റിവിഷൻ പോലെ ചെയ്യാനും അവസാനമായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസും ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെന്റർ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ക്രാഷ് കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ക്രാഷ് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫർദർ നിങ്ങൾക്ക് അതിലും കൂടുതൽ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പാറ്റേൺ അറിഞ്ഞുകൊണ്ട് കെമിസ്ട്രിയെ കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത വർഷം നിങ്ങളെ എല്ലാവരെയും ഒരു ഐസറിൽ കാണട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.